പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ദൈവമക്കളെ, 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവം ഏലിയോട് സംസാരിക്കുകയാണ് എന്ന ഭാഗമാണ്. ഏലി പുരോഹിതനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ ശമൂവേൽ ബാലനോട് ദൈവം പറഞ്ഞ കാര്യം ഹല്ലേലൂയ ശമൂവേൽ ബാലൻ വന്ന് ഏലിയോട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം ഏലിയെ അനുഗ്രഹിച്ചതാണ്. മഹാപുരോഹിതനായ ഏലിക്ക് ഹല്ലേലൂയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ഏലിക്ക് പുരോഹിതനാകുവാൻ ദൈവം അവകാശം കൊടുത്തതാണ്. പക്ഷേ തനിക്ക് കൊടുത്ത ആ നന്മകളുണ്ടല്ലോ, ഹല്ലേലൂയ, അവനെ ദൈവം അനുഗ്രഹിച്ച എല്ലാ ദൈവഭവനത്തില് ഹല്ലേലൂയ അങ്ങനെ അവനെ ഏലിയെ ദൈവം അനുഗ്രഹിച്ചു എങ്കിലും അത് അവൻ കാത്തു സൂക്ഷിച്ചില്ല. അത് അവൻ്റെ കയ്യിൽ നിന്ന് വീണു പോവുകയാണ്. ദൈവമക്കളെ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ നിഗളിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമുക്ക് നിൽക്കണമെന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. ഇവിടെ ദൈവം ഏലിയെ അനുഗ്രഹിച്ചു. മഹാപുരോഹിതനാണ് ഏലി. പക്ഷേ ഏലി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി ഇരുന്നില്ല. തൻ്റെ മക്കളെ അഴിമതി ചെയ്തപ്പോൾ അതിനെ തർച്ചനം ചെയ്തില്ല. അത് തിരിച്ചു കൊണ്ടുവരുവാന്, തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുവാന് ഏലി തയ്യാറായില്ല. അതുകൊണ്ട് ദൈവം ഏലിക്ക് കൊടുത്ത ആ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ആ വാഗ്ദത്തങ്ങൾ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്, ദൈവം മാറ്റിക്കളയുകയാണ്. ഇതാണ് ബൈബിളിലെ തത്വം. പ്രധാനപ്പെട്ട തത്വം ഇതാണ്. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തരും. പക്ഷേ ആ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ ദൈവം മാറ്റിക്കളയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായി നിൽക്കണമെന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വചനങ്ങളെ അംഗീകരിക്കാത്തവർക്ക് ഉള്ള ന്യായവിധികൾ അതിഗംഭീരമായിരിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടീഷണലായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. നാം ഇത് ചെയ്യുകയാണെങ്കിൽ അതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി, അനുസരണം, ഹല്ലേലൂയ, ബഹുമാനം എന്നിവ അനുസരിച്ചാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഒരു ന്യായവിധി ഉണ്ട്. ഹല്ലേലൂയ. ആത്മീയമായി നമ്മൾ ആത്മീയത്തിൽ കാര്യമാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ശിക്ഷാവിധികൾ വിധിക്കുന്ന ഒരു ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, എനിക്ക് നീ ശുശ്രൂഷ ചെയ്യുന്നു എങ്കിൽ നീ എന്നെ അനുഗമിക്കും. എന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ നിന്നെ ഇരുത്തും, നിന്റെ പിതാവ് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. നാം ദൈവത്തിന് ശുശ്രൂഷ, യേശുവിനുള്ള ശുശ്രൂഷ എന്നാൽ ദൈവത്തിന്റെ വചനം ഘോഷിക്കുക എന്നുള്ളതാണ്. മത്തായി 28-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ലോകത്തെവിടെയും പോയി ദൈവത്തിന് വചനം ഘോഷിക്കണം. ദൈവത്തിന് വചനം ഘോഷിക്കുകയും ദൈവവചനം സംസാരിക്കുകയും ചെയ്യണം. അങ്ങനെ സംസാരിക്കണമെന്നാണ്. അതാണ് ദൈവത്തിന് വേണ്ട ശുശ്രൂഷ. ജനങ്ങളെ നേടണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കും, എൻ്റെ പിതാവ് നിന്നെ മാനിക്കും. നമുക്ക് ഒരു മാനം കിട്ടണമെങ്കിൽ, ദൈവം നമ്മെ മാനിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാകണം, ദൈവത്തെ അനുഗമിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്.
സദൃശവാക്യം 3-ാം അധ്യായം 9 വാക്യത്തിൽ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യകുലം കൊണ്ടും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ കളപ്പുരകള് സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കൂളില് വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. നമ്മുടെ വിളവ് ദൈവം നമുക്ക് തരുന്ന വിളവ് ദൈവം തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് നമ്മളെ കളപ്പുരകള് നിറഞ്ഞ് കവിയും എന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. ആ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാത്തിലും നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തെ ബഹുമാനിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മള് പ്രവചനം ഇസ്കിയാവിന്റെ പുസ്തകത്തില് നമ്മള് രണ്ട് ദിനവൃത്താന്തം 32-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. രണ്ട് ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് മരിക്കാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഹിസ്കിയാവ് ചുമരിന് നേരെ തലതിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന് ആയുസ് 15 സംവത്സരം നീട്ടി കൊടുത്തതായി നാം ദൈവവചനത്തിൽ കാണുകയാണ്. പക്ഷേ ദൈവമക്കളെ, ഇസ്കിയാവ് എന്താണ് നിഗളിച്ച് നടന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവം എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് ഇസ്കിയാവ് യെരൂശലേം നിവാസികളും തങ്ങളെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം. ഹല്ലേലൂയ. എന്നാൽ ഇസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ നടക്കാതെ നിഗളിച്ചുപോയി. ഹല്ലേലൂയ. ഈ 15 സംവത്സരം ഇസ്കിയാവിന് ദൈവം നീട്ടിക്കൊടുത്തി. പക്ഷേ ഇസ്കിയാവ് എന്താണ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. ഇസ്കിയാവ് തനിക്ക് ദൈവം 15 സംവത്സരം നീട്ടിക്കൊടുത്തിയപ്പോൾ തനിക്ക് കിട്ടിയ ഉപകാരമുണ്ടല്ലോ, അതിനൊത്തവണ്ണം നടക്കാതെ അവന് നിഗളിച്ചുപോയി. അതുകൊണ്ട് എങ്കിലും തന്റെ ഗർവത്തെ ഇസ്കിയാവ് യെരൂശലേം നിവാസികൾ തങ്ങളെ താഴ്ത്തി. അവർ യഹോവയുടെ കോപം ഇസ്കിയാവിന്റെ കാലത്ത് അവിടെ മേൽ വന്നില്ല. ഇസ്കിയാവ് ഇസ്രായേൽ നിവാസികൾ തങ്ങളെ തന്നെ താഴ്ത്തിയതുകൊണ്ട് ഇസ്കിയാവിന്റെ കാലത്ത് ആ കോപം വന്നില്ല. പക്ഷെ നമുക്കറിയാം ഇസ്കിയാവിന്റെ മകനായ മനശ്ശ ഹല്ലേലൂയ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് നമ്മൾ കാണുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ദൈവത്തെ നമ്മൾ മാനിക്കുന്നുവോ അവിടെയൊക്കെ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തെ മാനിക്കാതിരുന്നാൽ നമ്മൾ മാനിക്കാതിരുന്നാൽ ദൈവം അതനുസരിച്ച് തന്നെയാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ ചുരുക്കം 16-ാം അധ്യായം 19-ാം വാക്യത്തില് ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരുവൻ വ്രണം പിടിച്ച് നിറഞ്ഞവനായി തന്റെ പടിപ്പുരക്കൽ കിടന്നു. ഹല്ലേലൂയ. ഇവിടെ ലാസറിന്റെയും ധനികന്റെയും കാര്യമാണ് പറയുന്നത്. ധനവാൻ ഹല്ലേലൂയ മരിച്ചു. ഹല്ലേലൂയ. അവൻ പാതാളത്തിലേക്ക് പോവുകയാണ്. ദരിദ്രൻ മരിച്ചു. അവന് ഇബ്രാഹാമിന്റെ മടിയിൽ ലാസറേയും കണ്ടു. ധനവാൻ പറയാൻ, ഇബ്രാഹാം പിതാവേ, എന്നോട് കരുണ ഉണ്ടാകണമേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇവിടെ തന്റെ ജീവിതകാലത്ത് ദരിദ്രനായ മനുഷ്യൻ അവൻ യഹോവയ്ക്ക് നന്മ ചെയ്തു. അവൻ യഹോവയെ മാനിച്ചു. ദൈവത്തെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടല്ലോ. ആ വാഗ്ദത്ത പ്രകാരം അവൻ ദൈവത്തെ മാനിച്ചു. അവൻ ദൈവത്തെ മാനിച്ചതുകൊണ്ട് ദൈവം അവനെ മാനിച്ചു. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് പോകുകയും ഹല്ലേലൂയ ധനികനായ മനുഷ്യൻ അവൻ പാതാളത്തിലേക്ക് പോവുകയും ചെയ്തതായി നാം ഇവിടെ കാണുകയാണ്. ഏലി പുരോഹിതൻ, അവൻ പുരോഹിതനാണ്. ദൈവത്തിന്റെ വചനങ്ങളെ പറ്റി നല്ലവണ്ണം അറിയുന്ന മനുഷ്യനാണ്. പക്ഷേ അവന്റെ മക്കൾ
നീചന്മാരായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ മക്കൾ നീചന്മാരായിരുന്നു. പക്ഷേ അവര് ആ മേധസ് വേവുന്നതിന് മുമ്പേ മുപ്പല്ല് കൊണ്ട് കുത്തിയെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആ ദേവാലയത്തിന് മുമ്പിലുള്ള സ്ത്രീകളോട് ഹല്ലേലൂയ കൂടെ വാസം ചെയ്യുകയായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അവരെ തർജ്ജനം ചെയ്യുവാൻ, അവരെ തിരുത്തി വരുത്തുവാൻ ഏലി പുരോഹിതൻ തയ്യാറാകാത്തതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവരുടെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഏലി പുരോഹിതൻ കഴുത്ത് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുകയാണ്. ഏലിയുടെ 2 മക്കളും മരിച്ച് പോവുകയാണ്. അവരുടെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകുകയില്ല എന്ന് ദൈവം പറയുകയാണ്. ദൈവമക്കളെ, ദൈവത്തെ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ മാനിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മെ മാനിക്കുകയുള്ളൂ. നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. 1 ശമൂവേൽ 2:30 എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതരാകും. ഇവിടെ ശമൂവേൽ ബാലൻ മുഖാന്തരം ഏലി പുരോഹിതൻ പറയുകയാണ്, നിന്നെ ഞാൻ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ പുരോഹിതന്മാർക്ക്, നിന്റെ പിതാക്കന്മാർക്കൂടെ അവകാശമായി നിന്നെ ഞാൻ മഹാപുരോഹിതനായി നിയമിച്ചു. വചനങ്ങൾ നീ നന്നായി അറിയുന്നവനാണ്, പക്ഷേ നീ എന്നെ മാനിച്ചവനാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം തന്നവനാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവം വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല എന്ന് വചനമുള്ളതാണ്. പക്ഷേ നീ എന്നെ മാനിക്കാതെ നിന്റെ മക്കള് നീചന്മാരായപ്പോൾ, നിന്റെ മക്കള് നീചന്മാരാണ്. ഹല്ലേലൂയ. നിന്റെ മക്കൾ തെറ്റു ചെയ്തപ്പോൾ നീ അവരെ തർജ്ജനം ചെയ്യുകയോ അവരെ തിരിച്ചു വരുത്തുവാനോ നീ ചെയ്യാത്തത് കൊണ്ട് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏലി പുരോഹിതന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഏലിയുടെ 2 മക്കൾ മരിച്ചു പോവുകയാണ്. ഏലി കഴുത്തൊടിഞ്ഞ് മരിച്ചു പോവുകയാണ്. ദൈവമക്കളെ, യഹോവയുടെ വചനം എന്താണ്? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. അതാണ് ബൈബിളിന്റെ പ്രധാനപ്പെട്ട തത്വം. അതാണ് നമ്മൾ ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തു അതാണ് പറയുന്നത്, നിങ്ങൾ എന്നെ മാനിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ എന്നെ മാനിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. നാം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. പിതാവായ ദൈവം നമ്മെ മാനിക്കും. പുത്രനായ ദൈവം നമ്മെ മാനിക്കും. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ മാനിക്കും. ദൈവവചനം ഘോഷിപ്പാൻ ദൈവം നമ്മളെ ശക്തരാക്കണം. എല്ലാവരോടും ദൈവവചനം പറയണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.